അങ്ങനെ അങ്ങോട്ട് ഞാൻ ആ പൊക്കത്തേക്ക് കയറി അമ്പലത്തിൻ്റെ അവിടേക്ക് കയറി. അപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് അവിടെ കരിമ്പും പിന്നെ ശർക്കരയും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് കൊടുത്തു. അതൊന്നും വേണ്ട, എനിക്ക് എന്നെ വേണ്ടു, എന്നെ കിട്ടണം എനിക്ക്. അപ്പോഴത്തേക്ക് എൻ്റെ തോർത്ത് കയ്യിൽ കിട്ടി. തോർത്തുണ്ടായിരുന്നു ആനയുടെ കയ്യിൽ. അടിച്ച് കളഞ്ഞപ്പോൾ അതിൽ കിട്ടിയതാന്ന് തോന്നുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ കൊമ്പത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം മില്ലി പണിതു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ ഒരു സ്ഥലത്ത് മരമുണ്ട്, കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. ഒരു 2 ദിവസം പണി ഉണ്ടാവും എന്ന് പറഞ്ഞു. ആനയും കൊണ്ട് അങ്ങോട്ട് പോയി. എൻ്റെ കൂടെ ലാലു എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. പിന്നെ ആനയൊക്കെ തിരിച്ചു പോയി. വേറൊരു പയ്യനുണ്ട്. ഞങ്ങൾ താഴത്തൊരു തോട്ടിൽ കിടത്തി കഴുകി ഇതൊക്കെ കഴിഞ്ഞ് പോയി. അവിടെ ചെന്നു, മരമൊക്കെ കണ്ടു. ഒരു 10-16 കുറ്റി മരമൊക്കെ വലിച്ച് പടപടപട എന്ന് പറഞ്ഞിട്ട് ആന വലിച്ചുകൊണ്ട് പോകും. ആന ഒരു 60-70 മരമൊന്നും ആനയ്ക്ക് ഒന്നുമല്ല. ഒരു 80 ഇഞ്ചിൻ്റെ മരം എന്നൊക്കെ പറഞ്ഞാൽ ആനയ്ക്ക് ഒന്നുമല്ല. ആന ഒരു പടക പോലും ഇല്ലാണ്ട് ആന എടുത്ത് ഓടും. അത് പണിയാൻ തന്നെ നല്ല രസമാണ്. മുകളിൽ കയറി ഇരുന്ന് വക്ക കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർക്ക്, ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വക്ക എന്താ, അല്ലെങ്കിൽ പണി എന്താ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പണ്ട് അധികവും മരം പണിയായിരുന്നു കൂടുതൽ ആനകൾക്ക്. പൂരങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പണിയാണ് മെയിനായിട്ട്. അപ്പം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടിട്ട് പണിയായിട്ട് ബന്ധപ്പെട്ട് വന്ന ആൾക്കാരുകളല്ലേ. അപ്പം ഞങ്ങളൊരു ആന അഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയണം. പണിതാണാലും ആന സീറ്റിംഗ് ആവുള്ളൂ. അല്ലാതെ പൂരപ്പറമ്പിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും ആനയായിട്ട് ഇതാവില്ല. ആനയായിട്ട് നമ്മൾ ആനയായിട്ട് നമ്മൾ ആന മുഷിയും പണിത്. അപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും കാണിക്കാനെങ്കിൽ ആന അവിടെ കാണിക്കും. അപ്പോൾ പണിത് ഒരു 10-14-17 കുറ്റി മരം കൊണ്ടുവന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 2 ദിവസത്തെ പണി പറഞ്ഞിട്ട് കരാറെടുത്ത് പോയിട്ട് ഏകദേശം 1 ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം ഏകത്താണ്ടൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്ലാവിൻ്റെ ഒരു വലിയൊരു കുറ്റിയും പിന്നെ കുറച്ച് അതിൻ്റെ കമ്പുകളും സാധനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ വക്ക കെട്ടി ആന എടുത്തു. ആന എങ്ങനെ വലിച്ചാലും ഈ മരം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു അടിക്ക് ഇളകില്ല. അപ്പോൾ ഒരു മരത്തിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരു കുറ്റി കടക്കാല് അത് ഈ വെട്ടിയിട്ടപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഈ ഇടയിലേക്ക് വരുന്നത്. അങ്ങനെ എന്നാൽ ഈ മരം ജാമായിട്ടുമില്ല. എന്നാൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ മരം ജമ്മം ചെയ്ത പുറത്തേക്ക് വരില്ല. അപ്പോൾ സൈഡിലുള്ള കമ്പൊക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അന്നിങ്ങനെ മിഷ്യമാളല്ല, കോടാലിക്ക് അടിച്ച് കളയുക ചെയ്യുക, അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പണി തന്ന ചേട്ടനുണ്ട്, എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല. ആളുണ്ട്, ആളുടെ ഒരു പണിക്കാരന് തടി കൊട്ടുന്ന ഒരു ചേട്ടനുണ്ട്. കാരണം നല്ല കമ്പും മഴയും വന്ന് അടിച്ച് കളയാനായിട്ട് അവരുണ്ടാവും എപ്പോഴും. അപ്പോൾ എന്ത് ചെയ്ത് വന്നില്ല. അപ്പോൾ അത് അങ്ങോട്ട് വലിക്കി, അങ്ങനെ വലിക്കി, ഇങ്ങനെ വലിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എങ്ങനെ വലിച്ചാലും മരം വരണ്ടേ? ഈ ആന ഇത് പണിയാത്ത ആനയല്ല. അത് നിങ്ങൾ തൃശ്ശൂർക്കാരല്ലേ, നിങ്ങൾക്ക് ആനയുടെ മുകളിലിരുന്ന് പണിയാത്ത ആന കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ആ മരത്തിൻ്റെ ആ അടിയിൽ എവിടെയോ ഒരു കമ്പ് ഉടക്കിയിട്ടുണ്ട്. ആ കമ്പ് ഉടക്കിയിട്ടുണ്ട്. ഞങ്ങളിത് വെട്ടുമ്പോൾ നോക്കിയതാ, ഒരു കമ്പുമില്ല, ഒന്നുമില്ല, എല്ലാം ഞങ്ങൾ അടിച്ചു കളഞ്ഞതാ. അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി വളരെ ഇതായി ദേഷ്യപ്പെട്ടു. പുള്ളി അവിടെ നിന്ന് അങ്ങ് പോയി. ഞാൻ അപ്പോൾ അവിടെ പണി നിർത്തി, വക്ക നിർത്തി, ആനയോട് മാറ്റി ഇങ്ങോട്ട് ഇറക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നിട്ട് ആലോചിക്കും, ഇത് എന്താണ് ഇപ്പോൾ ഈ പ്രശ്നം? ഇതെന്ത് ഈ മരം വലിച്ചിട്ട് പോരാത്തത്? അപ്പോൾ കമ്പ് അടിയിൽ ഉടക്കാതെ, അങ്ങനെ മണ്ണിൽ മരം ഉടക്കാതെ ഒരിക്കലും അങ്ങനെ മരം നീങ്ങി വരാതിരിക്കില്ല. അപ്പം ഇങ്ങനെ നോക്കി, ഇങ്ങനെ അടിക്കടൊക്കെ നോക്കിയിട്ട് ഒന്നും കാണാനില്ല. മരം അങ്ങനെ നിലമുട്ടി കിടക്കല്ലേ. അപ്പം ഞാനിങ്ങനെ ഈ പുള്ളി അത്രയും നമ്മളെ വളരെ മോശമായിട്ട്, അത്രയും നമുക്ക് പണി അറിയില്ല, നിങ്ങൾക്ക് പണി അറിയാത്തതുകൊണ്ടാണ് ആന പണിയാത്ത, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും പണി 2 ദിവസത്തെ പണി ഒറ്റ ദിവസം കൊണ്ട് ആന തീർത്ത് വെച്ചാലേ ചേട്ടാ, പിന്നെ എന്ത് വർത്താനം നിങ്ങളിങ്ങനെ പറയുന്നത്? പുള്ളി പിണങ്ങി പോയി. അപ്പം എനിക്കും വാശിയായി. ഞാൻ പിള്ളേരോടും പറഞ്ഞു, ഇത് എന്നെ ഒന്ന് നോക്കണടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ആനയുടെ മുകളിൽ കയറിയിട്ട് ആ കടഭാഗം വന്നിട്ട് ഒന്ന് അനക്കി നോക്കി അങ്ങോട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ സൈഡിലൊരു കല്ല് വെക്കടാന്ന് പറഞ്ഞു. ഈ സൈഡിലൊരു കല്ല് വെച്ചു. ആ ഗ്യാപ്പിൽ മരം ഉടക്കാത്ത രീതിയിൽ മരത്തിന് പുറത്തായിട്ട് ഇടയ്ക്കൂടെ ഒരു കല്ല് വെച്ചു. അത് കഴിഞ്ഞ് ഇപ്പുറ സൈഡിൽ കൂടെ ഞാൻ ഒരു കല്ലും കൂടി താങ്ങി വെച്ച് കൊടുത്തു. കൊമ്പത്ത് താങ്ങി ഇങ്ങനെ മരം ഇങ്ങനെ മറച്ച് പിടിച്ച സമയത്ത് ഒരു കല്ല് വെച്ച് കൊടുത്തു. അപ്പം മരം ലേശം പൊന്തി കഴിയുമ്പോൾ ശരിയാണ്, ഒരു കമ്പടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു ഇത് ഇങ്ങനെ നിൽക്കുക, അത് മണ്ണിലുടക്കി നിൽക്കുക. അതപ്പോൾ ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ അത് അടിച്ചതെന്ന് പറയുമ്പോൾ പുള്ളി നമ്മൾ വളരെ മോശമായിട്ട് ഭയങ്കര ഇതാക്കി പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഒരു തടിക്കാരനോട് പറഞ്ഞു, ചേട്ടാ
അൺസൈസിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ അതിങ്ങനെ ചെത്തിയിട്ട് 2 സൈഡും മൊനയാക്കി തരാൻ പറഞ്ഞു. ആ 2 സൈഡും മൊനയാക്കി തന്നു. മൊനയാക്കി തന്നപ്പോൾ ഞാൻ അത് ആ കല്ലിൻ്റെ അടിയിലൂടെ മെല്ലെ വെച്ചിട്ട് ആനയെ കൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പും കൂടി തള്ളിച്ചു, ഒരു കല്ലും കൂടി വെച്ചു. എന്നിട്ട് ആ തലയ്ക്കിന്ന് ഇങ്ങോട്ട് തള്ളി ഈ ഗ്യാപ്പിൽ നിന്ന് മരം മെല്ലെ പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്തിട്ട് മരം തള്ളി മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമ്പുടക്കിയിരിക്കുക. പറഞ്ഞു കമ്പടിക്കാൻ പറഞ്ഞു ആ ചേട്ടൻ്റെ അടുത്ത്. പുള്ളി അപ്പം തന്നെ കോടാലിക്ക് കമ്പടിച്ച് കളഞ്ഞു. അപ്പം തന്നെ ഒരു പ്രശ്നമില്ല, ആന ആ മരം എടുത്ത് ആ കൊണ്ടുപോയി. അപ്പം ആ സമയത്ത് നമ്മളത് മനസ്സിലാക്കാതെ ആനേനെ കുറേ തല്ലിച്ചതക്കുക. ഒന്നാമത്തേൽ ഇവറ്റാള് ഇത് ഇത്രയും ഭാരം ഇതിറ്റങ്ങളെ കൊണ്ട് ഇടിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരിഷ്ടണ്ടായിട്ട് ചെയ്യണമല്ല, പക്ഷെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തേ പറ്റൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. ആനകൾ പണിയണം, അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഇതിനെല്ലാത്തിനും നല്ലത്. അന്ന് പണിത് നടന്ന ആനകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ രായനാനയൊക്കെ എത്രയോ കൂപ്പുകൾ കയറി പണിത ആനയാണ്. ഇവിടെ ഉള്ളതിൽ ഒരു പകുതി ആനകളും കൂപ്പ് കയറി പണിതിട്ടുള്ള ആനകൾ തന്നെ ഇവിടെ ഉള്ളത്. പക്ഷെ ഇപ്പം കുറേ കാലങ്ങളായിട്ട് പണിയോ കാര്യങ്ങളോ മറ്റുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആനകൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് തടി വലിച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തടിക്കാരൻ വന്നു. ആ എടുത്തു വെച്ചോ എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കമ്പടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ ഒരു കമ്പുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം മറ്റേ പണിക്കിന് പോവാ കമ്പുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഒറ്റ അടിക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെറിയ കാര്യം പ്രായത്തിൽ കുറവാണെങ്കിലും നമ്മളും ഈ പണിയായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ്. പുള്ളി പറഞ്ഞു ഒന്നും പറയല്ലേ, ഞാൻ എൻ്റെ അപ്പോഴത്തെ ഒരു ഇതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഈ തടി ഇവിടെ നിന്ന് കയറ്റി ലോഡാക്കി കയറ്റി ഇന്ന് അവിടെ തന്നെ കൊണ്ട് കൊടുത്ത് കാര്യങ്ങൾ ചെയ്താലാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞ് പറഞ്ഞതിനേക്കാളും 1500 രൂപ കൂടുതൽ തന്നു പുള്ളി നമുക്ക്. അപ്പം പുള്ളി പറഞ്ഞു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരി അതൊക്കെ പറഞ്ഞ് പോന്നു. ഞങ്ങൾ പിന്നെ ആ പാലാ ഭാഗത്ത് എവിടെയോ ആണ് ആനയെ കെട്ടി. ആനയെ കെട്ടി ഞാൻ ഈ സഞ്ചി സാധനങ്ങളും അത് അപ്പം പറഞ്ഞു നാളെ പരിപാടിക്ക് പോകാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ചി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു പിള്ളേരോട് പറഞ്ഞു നിങ്ങളൊരു പണിയായി, നിങ്ങൾ പോയി സഞ്ചി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം ആനയുടെ അടുത്ത് നിൽക്കാം. അപ്പോൾ ഒരു റോഡ് സൈഡിൽ ആനയെ കെട്ടിയേക്കുക. പോരാത്തതിനും ഒരു 9 മണി അങ്ങ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പായ വിരിച്ച് കിടക്കുമായിരുന്നു. ഞങ്ങളുടെ ആനക്കാരുടെ കിടപ്പറിയാലോ, ഏത് പറമ്പിലാണ് ആനയെ കെട്ടുന്ന ആ പറമ്പിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് പായ വിരിച്ച് പായയിൽ കിടക്കുക. ഇഴജന്തുക്കളെ സൂക്ഷിക്കണം. പാമ്പുകളും സാധനങ്ങളൊക്കെ വന്ന് പായയുടെ അടിയിൽ വരെ വന്ന് കയറി കിടന്ന സമയങ്ങളുണ്ട്. ഇഴജന്തുക്കൾ, പട്ടി, അത് ഇത് സാധനങ്ങളെയൊക്കെ സൂക്ഷിക്കണം. നമ്മുടെ ആനയെ വിട്ടിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോയി കിടക്കാനും പറ്റില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പൂരപ്പറമ്പിൽ പോയാൽ കണ്ടിട്ടില്ലേ ആനക്കാർ പായ വിരിച്ച് എവിടെയാണോ ആനയെ കെട്ടിയേക്കുന്നത് അവിടെ വളഞ്ഞുകൂടി എല്ലാവരും കൂടി കിടക്കുന്നത് കണ്ടിട്ടില്ലേ? കൊതുക് കടി, ഈച്ചയും മൂട്ടയും എല്ലാം കൊണ്ടും ദുരിതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാട്, ദുരിതം. അതും സഹിച്ചാണ് ഈ പണി പിടിച്ചേക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങൾക്ക് ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോകൂടെ എന്ന് ചോദിക്കും. നമുക്ക് ഇനി പോകാൻ പറ്റില്ല. പഠിച്ചിട്ടുള്ള തൊഴിലും ഇപ്പം ഇത്രയും കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വിട്ട് ഇതിൽ ഞങ്ങൾ അങ്ങോട്ട് ഇണങ്ങി ചേർന്നു ഈ ഒരു പണിയായിട്ട്. അപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതും എന്നിട്ടൊരു 9 മണിയായപ്പോൾ ഭയങ്കര മഴ. ഒരു സ്ഥലത്ത് കയറി നിൽക്കാൻ പോലും ഒരു വീടില്ല. ആ പാലാ റൂട്ടിൽ എവിടെയാണ്. പിള്ളേരാണെങ്കിൽ ഷർട്ടും മുണ്ടും സാധനങ്ങൾ അതൊക്കെ എടുക്കാനായിട്ട് റൂമിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട 9-9:30 ആയില്ലേ. മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ പകമാരി മഴ. പിന്നെ ഇവർക്ക് തിരിച്ചു പോരാൻ പറ്റണ്ടേ. അപ്പം ഈ റോട്ടിലേക്ക് മറ്റൊരു ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിലും ഈ കുറവലങ്ങാട് തന്നെ വരണം, അത്ര ദൂരം ഉണ്ടേ. അപ്പോൾ ഒരു 10 മണി വരെ ഞാൻ ആ മഴ അവിടെ നിന്ന് നനഞ്ഞിങ്ങനെ ഒരു 10-10:30 ആയപ്പോഴത്തേക്കും മഴയൊക്കെ തുറന്നു. വേറെ ഒറ്റ ഡ്രസ്സില്ല, എല്ലാം ഊരി പിടിച്ച് കൈ പിടിച്ച് നിൽക്കുക. കൈ പിടിച്ച് നിന്നപ്പോൾ ഒരു 10-10:15 ആയി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും. എനിക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പിള്ളേർ ഭക്ഷണം കൊണ്ടുവരണം, അത് നോക്കി നിൽക്കുക. ഷർട്ടും മുണ്ടും നനഞ്ഞ് കുളിച്ച് തവിട് പൊടിയായി. ഇങ്ങനെ വിറങ്ങലിച്ച് ഇങ്ങനെ തണുത്ത് വിറച്ച് ഇങ്ങനെ നിൽക്കുക. അവർ ബൈക്കുമ്പോൾ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ഇങ്ങനെ മുണ്ടും ഷർട്ടും പിഴിഞ്ഞിട്ട് നമുക്ക് തോർത്തല്ല ഷോളുണ്ട്, ഇങ്ങനെ ഖാദിയുടെ ഷോൾ, അതിങ്ങനെ കൊടുത്ത് നിൽക്കുക. അപ്പം അവരങ്ങനെ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി. ഇനി വല്ല കള്ളന്മാരാണോ, കള്ളം വലുതാണോ എന്ന് അറിയാൻ വേണ്ടി നിർത്തി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ആനക്കാരനെ താഴത്ത് ആനയെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വണ്ടി ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുക, എന്നുള്ള സാധനം നിൽക്കുക. അത് മഴ. ഞാൻ പറഞ്ഞു ചേട്ടാ ആനയെ കെട്ടിയിട്ടുണ്ട്, ഇവിടെ ആയിരുന്നു പണി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ആനയെ കെട്ടി, നാളെ പരിപാടി ഉണ്ട്, ഷർട്ടും മുണ്ടും സാധനങ്ങളൊക്കെ എടുക്കാൻ പിള്ളേർ പോയേക്കുക, അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്തൊക്കെ ദൈവത്തെ കാണുമെന്ന് പറയില്ലേ, അതുപോലെ ആൾ പറഞ്ഞു
അപ്പം ഇങ്ങനെ നനഞ്ഞ് നിൽക്കുമല്ലോ, എന്നാൽ വന്നോ ഞങ്ങളുടെ കൂടെ വന്നോ, അവിടെ നമ്മുടെ അവിടേക്ക് വന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ കുഴപ്പമില്ല, ഞങ്ങളൊന്നും നാളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി, ചേട്ടനും ചേച്ചിയും കൂടി പോയി. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ചോറ്, പിന്നെ മീൻകറി, പിന്നെ ചിക്കൻ്റെ വറുത്തത് 2 പീസ്, പിന്നെ ഒരു 2 ഷർട്ട് 2 മുണ്ട്, ഒരു ഷർട്ട് 2 ഷർട്ട് 1 മുണ്ട്, പിന്നെ ഒരു ടർക്കി, പിന്നെ മറ്റേ കുറച്ച് മറ്റേ മിഠായി കണക്കണ സാധനങ്ങൾ, അത് ഇതൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ ഇതെല്ലാം കൂടെ കൊണ്ട് ആറ്റുകൾ. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അവരാ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു. എന്നിട്ട് നനഞ്ഞ് നിൽക്കണം കണ്ടപ്പോൾ അവറ്റകൾക്ക് ഒരു കാരുണ്യം തോന്നിയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. അവർ വന്ന് നിന്നിട്ട് അത് പോയി, അവർക്ക് അങ്ങനെയാണ് പോയാൽ മതി. പക്ഷെ അവർ വന്ന് തിരിച്ച് നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ആനക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ അത് അങ്ങനെയൊക്കെ വന്നുകൊണ്ട് തന്നത്. ഈ വീഡിയോ ഒക്കെ അവർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, വർഷങ്ങൾ ഒരുപാടായില്ലേ. അപ്പം അത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു, എന്തായാലും വേറെ ഒന്നും പറയാനില്ലേ. അങ്ങനെ അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ വണ്ടി വന്നു, ലോറി കയറ്റി പരിപാടി സ്ഥലത്ത് പോയി പരിപാടി എടുത്തു. അങ്ങനെ ഏകദേശം കുറേ പരിപാടികൾ തൃശ്ശൂർ ഭാഗത്തും അവിടെ ഇവിടേക്ക് ആയിട്ട് ഒരുപാട് പരിപാടികൾ. ഒരു പ്രശ്നം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കാട്ടകമ്പാല് പൂരം അത് ഇതൊക്കെ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട പരിപാടികളൊക്കെ എടുത്തു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് മറ്റേ ആനക്കാരുടെ നിന്ന് തെറ്റി. അത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ നിന്ന് തെറ്റാണ്ട് ഞാൻ അത്ര പരിപാടി എടുത്തു അങ്ങനെയല്ല. എൻ്റെ നിന്ന് തെറ്റിയേറ്റം ലാസ്റ്റ് അത് ഞാൻ പറയാം. അവരഴിച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയെ ധനുമാസം മകരമാസം ആനേനെ ശരിക്കും സൂക്ഷിക്കണം. ഈ സമയത്താണ് ഈ ആനയുടെ കയ്യിലുള്ള അഭ്യാസങ്ങളൊക്കെ. അപ്പം ഈ മകരമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, മകരം കഴിഞ്ഞാൽ പിന്നെ ഈ ആനേനെ കൊണ്ട് ഒരു ശല്യമില്ല, വായിൽ വിരലിട്ടാൽ പിടിക്കില്ല. അപ്പം ഞാൻ ചെന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പഴയ ആനക്കാരുണ്ടായിരുന്ന സമയത്ത് ആനയ്ക്ക് നല്ല തരിപ്പ്, നല്ല കോള് പറക്കും. ആ സമയത്താണ് അവരുടെ നിന്ന് വഴക്കുണ്ടാക്കിയത്. ഞാൻ ചെല്ലണ സമയത്ത് ആനയുടെ കോളൊക്കെ മാറി ആന നോർമലായിട്ട് നിൽക്കുന്ന സമയമാണ് ഞാൻ ചെല്ലണത്. അപ്പം എനിക്ക് അങ്ങനെ ആനേനെ കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ആന അത്യാവശ്യം ശരീരമായിട്ട് തന്നെ നിന്നായിരുന്നു. കുറച്ച് മുറിവുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഉണക്കി ശരീരമൊക്കെ കയറി നല്ല സെറ്റപ്പാക്കി. കുറേ പരിപാടികളുള്ളൂ. കൊല്ലത്ത് പോയി പരിപാടികൾ എടുത്തു, കോട്ടയം, പിന്നെ അങ്ങനെ എറണാകുളം, അങ്ങനെ ഒരുപാട് പരിപാടികൾ ആനയെടുത്തു. അതിനിടെ 85 പരിപാടിയോളം ആ സീസൺ ആനയെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലത്ത് ഒരു പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട്, അന്ന് ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ആനയ്ക്ക് നല്ല തരിപ്പാണ്, നല്ല അങ്ങനെ മുറ്റി നിൽക്കുക. അപ്പോൾ അന്ന് ലാലു എന്ന് പറഞ്ഞൊരു പയ്യനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ലാലു ഷൊർണൂരുള്ളതാണ്. അപ്പം അവനുണ്ട്. അപ്പം കൊല്ലത്ത് തലേദിവസമൊക്കെ ആനയ്ക്ക് നല്ല തരിപ്പാണ്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇത് ആന കയ്യിൽ നിൽക്കണില്ല, എനിക്ക് ആന അപ്പത്തേക്ക് നല്ല ഗുമ്മനായി, എനിക്ക് ഒലിക്കാനുള്ള എല്ലാ പ്ലാനുമായിട്ട് നിൽക്കണം. അത് വെച്ച് ഞാൻ സമയമായപ്പോഴത്തേക്കും എനിക്ക് ഒലിവിനൊരു സമയമായി, സീസൺ കഴിയാറായി. കാട്ടാമ്പാലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തൃശ്ശൂരൊക്കെ കഴിഞ്ഞുകൊണ്ട് മെയ് ലാസ്റ്റോട് കൂടിയിട്ടൊക്കെയാണെന്ന് എനിക്ക് തോന്നണം, ഓർമ്മ കുറവുണ്ട്. അങ്ങനെ കൊണ്ടുപോയി ചേട്ടൻ പറഞ്ഞു, ആ പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് മുഖത്തല എന്നാ കൊല്ലം മുഖത്തല, അവിടെ ആ സ്ഥലത്ത് ഒരു പരിപാടി ഉണ്ട്, അതും കൂടി എടുത്തിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഏതായാലും പോണ വഴിക്കുള്ള ഒരു പരിപാടിയല്ല, അത് ഒറ്റ നേരം ഉള്ളൂ, ഒരു നേരം ഉള്ളൂ, പകല് മാത്രമേ ഉള്ളൂ, രാത്രിയില്ല. രാത്രി കയറി പോരാ. ഒരു 9 മണി 8 മണി 8 ആകുമ്പോഴത്തേക്കും പരിപാടി തീർന്നു. പിന്നെ നേരത്തെ അറിയില്ലേക്ക്, പിന്നെ പരിപാടികളൊന്നുമില്ല, തീർന്നു, അതോടുകൂടി ഒരു സീസൺ കഴിഞ്ഞു. എൻ്റെ കഷ്ടകാലത്തിന് അന്ന് എനിക്കത് ചേട്ടാ അത് ഞാൻ കട്ടിയാ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കയറി പോകാൻ മതിയായിരുന്നു. അപ്പം എന്നോട് 2-3 പ്രാവശ്യം പുള്ളി ചോദിച്ചു, ബിനുവിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയാൽ മതിട്ടോ എന്ന് പറഞ്ഞു. ഞാനും അത്ര കാര്യമാക്കിയില്ല. ഇത്ര പരിപാടി എടുത്തല്ലേ, ഈ പറഞ്ഞ കൂടിയല്ലോ, ഒരു വിഷയമുള്ള കേസല്ല. അത് ആ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം വന്നു, ഈഗോ വന്നു. പക്ഷെ അവിടെ മാധവൻ്റെ കാരണയും കൊണ്ടൊന്നും പറ്റിയില്ല. അവിടെ ചെന്നു. രാവിലെ എന്നും ആണെങ്കിൽ ഞങ്ങൾ അവല് വണ്ടിയിൽ കൊണ്ടു നടന്ന് അവല് കൊടുക്കാറുണ്ട്, ഡെയിലി കൊടുക്കും അവല് കൊടുക്കാനായിട്ട്. സാധാരണ ലാലു പറഞ്ഞു കൊടുക്കാറ്. അവലൊക്കെ കൊടുത്ത് തീറ്റ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലാലുവിനെ ആന ഓടിച്ചു. ആന കൂട്ടത്തിലുള്ളവനെ ആന ഓടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആന സൂക്ഷിക്കണം. ആന നമുക്ക് പണിയപ്പം തന്നു വെച്ചാൽ മതി. അപ്പം അവിടെ ആണെങ്കിൽ നിറച്ച് വീടുകളുടെ ഇടയിൽ നിൽക്കണം, ഒന്നും ചെയ്യാനും പറ്റില്ല, പരിപാടിക്ക് സമയമാവാറായി. അങ്ങനെ ഞാൻ തറയിലേക്ക് കയറി ചെന്ന്. എന്നോടാണെങ്കിൽ വലിയ ശല്യമില്ല, എന്നാലും ആന ഒരു മസല് കൊടുത്താം. പക്ഷെ ചങ്ങലേമ നിൽക്കുമ്പോൾ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ചങ്ങലയൊക്കെ അഴിച്ചു വിട്ടപ്പോൾ തന്നെ ആളുടെ ഒരു രീതി പ്രകൃതമൊക്കെ മാറി. ആള് ഗൗരവം വന്നു ആൾക്ക്.
അങ്ങനെ ഞങ്ങൾ രണ്ടാനയും നിന്നായിരുന്നു. ഒന്ന് കൊടുമൺ ദീപു ആനയും ഒന്ന് നമ്മുടെ ആനയും, അനന്തപത്മനാഭനാന. അങ്ങനെ ഒരു രണ്ടാനയും കൂടിയിട്ട് വഴിയടിച്ച് ഇങ്ങനെ 1 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഈ അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറക്കി നിർത്തി. അപ്പോൾ CC ഉണ്ണി ഉണ്ട്. CC ഉണ്ണി അന്ന് മറ്റേ കോടനാട് നിൽക്കണ അഭിമന്യു ആനയ്ക്ക്, അന്ന് കാട്ടാക്കട അഭിമന്യു എന്ന പേര്, ഭയങ്കര വഴക്കായിട്ട് നടക്കുന്ന സമയം മുള്ളുവലത്തൊക്കെ ഇട്ടിട്ട് പുറത്ത് മാത്രം സർവീസ് ഉള്ളൂ. അവനാണ് അതിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ പരിപാടി എടുത്തേക്കണം. നമ്മുടെ CC ഉണ്ണി ഒരു എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ പരിപാടി എടുത്തേക്കണത് അവനായിരിക്കും, ആനേനെ. അത്രയധികം പരിപാടിയും പണിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് CC ഉണ്ണി. ഇപ്പോൾ ഗുരുവായൂർ ദിവസത്തിലുള്ള അവിടുന്ന് കൂട്ടത്തിലേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഓരോ ആനേനെ ഇങ്ങനെ നിർത്തിയേക്കാം. അപ്പോൾ കിരൺ നാരായണൻകുട്ടി, എനിക്ക് ജയ്മോൻ ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഷവറിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആനേനെ ഇങ്ങനെ കൊണ്ടു നിർത്തും, ഷവറിൽ നിന്ന് വെള്ളം വീഴും. ഈ കിരൺ നാരായണൻകുട്ടി ആനയെ കയറ്റി ഇങ്ങനെ നിർത്തിയ വഴി തന്നെ ഇങ്ങനെ ആന ഇങ്ങനെ 2-3 പ്രാവശ്യം കൊക്കൊക്കൊക്കൊക്കൊ എന്നിങ്ങനെ കാണിച്ചപ്പോൾ നമ്മുടെ കുട്ടി അടുത്ത ഉഴ എൻ്റെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അവിടെ കമ്മിറ്റിക്കാർ നമ്മളാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പൊട്ട ബുദ്ധിക്ക് അയാളെ തട്ടേണ്ട ആവശ്യം ഉണ്ടായില്ല. ആനയാണെങ്കിൽ നല്ല ടെമ്പറായിട്ട് നിൽക്കുക. ഇത്ര ആനകളൊക്കെ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ആനയുടെ വിധം മാറി. ആന അങ്ങനെ നല്ല ടെമ്പറായിട്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ ലാലും ഉണ്ട്. അവൻ കച്ചക്കയർ എടുക്കാൻ വേണ്ടിയിട്ട് കഴുത്തിലെ കയർ അഴിച്ചു വെച്ചു. ഞാൻ കഴുത്തിലെ കയർ അഴിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞാൽ അത് അവിടെ എവിടെയെങ്കിലും ഒതുക്കി വെക്കി, വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് കെട്ടാന്ന് പറഞ്ഞ് കയറങ്ങോട്ട് കൊടുത്തു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ തട്ടി ഇപ്പുറത്തേക്ക് കൂട്ടാൻ നിന്നപ്പോഴേ ആളിങ്ങനെ അങ്ങനെ വലിച്ചു പിടിച്ചു. തട്ടിയ വഴി. അപ്പം ഞാൻ അങ്ങോട്ടും കൂട്ടാൻ പറ്റില്ല. അപ്പം ഞാൻ നേരെ തട്ടി കൂട്ടി ഒന്നും അറിയാത്ത. അപ്പം ആളുടെ ബ്രേക്ക് പോയി, ആള് കിളി പോയി. ആള് ചാർജ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കണം. കൊമ്പത്തുനിന്ന് വിട്ടാൽ എന്നെ കുത്തും. ഞാൻ കൊമ്പത്ത് പിടിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ അങ്ങനെ CCനെ ഇങ്ങനെ നോക്കി, ഉണ്ണീനെ ഇങ്ങനെ നോക്കി. ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. ഉണ്ണി അപ്പം 2 സ്റ്റെപ്പ് ആനേനെ ഇങ്ങനെ നീക്കി നിർത്തി. അപ്പം ഞാൻ കൊമ്പത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ട് ഓടാന്നുള്ള പ്ലാനായിരുന്നു ആദ്യം. വിട്ടിട്ട് ഓടിയാലോ എന്ന് വിചാരിച്ചു. കാരണം ഇത് ബ്രേക്ക് പോയി, ഇത് എന്തായാലും അടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓടാനുള്ള ഗ്യാപ്പില്ല. ഇത്ര ആനകൾ നിൽക്കണം, ഇത്ര ജനങ്ങൾ നിൽക്കണം, ഒന്നുമില്ല. അന്ന് ബാക്കിലേക്ക് മെല്ലെ മാറാന്ന് വിചാരിച്ച് കൊമ്പത്തുനിന്ന് കൈ ഇട്ടക്കലും എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി തന്നെ അടിച്ച് തെറിച്ച് ഞാൻ അപ്പുറം പോയി വീണു. അപ്പോഴത്തേക്കും CC ഉണ്ണിനെ മറ്റേ CC ഉണ്ണി അവിടെ ഇരിക്കണം. നല്ല അടിച്ചവിടെ വീണു. ഞാൻ തെറിച്ച് അവിടെ പോയി വീണ വഴി ഞാൻ ചോടി എണീറ്റ് ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ അടിച്ചു, ഇവിടെ വീണു. ഞാൻ അവിടേക്ക് എൻ്റെ അടുത്തേക്ക് ആനയ്ക്ക് ഓടി എത്താൻ കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഉണ്ണി ബാക്കിൽ നിന്ന് ഒരു 2 അടിയോട് കൊടുത്തു ആനയ്ക്ക്. അപ്പോൾ ആ അടിയോട് കിട്ടിയോട് കൂടിയിട്ട് ആന അടി കിട്ടിയ വഴി ഒന്ന് സ്റ്റക്കായി. ആ സ്റ്റക്കായ സമയം കൊണ്ടാണ് എനിക്ക് എണീറ്റ് മാറാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാതൊന്നുമില്ല, അവിടെ തന്നെ ഉദാഹവ. പിന്നെ തുന്നി കെട്ടി വീട്ടിലേക്ക് ഉണ്ടായാൽ മതി ആ പരിപാടിയെ. എനിക്ക് ഓട്ടി. ഞാൻ അപ്പോഴത്തേക്ക് ആനകളൊക്കെ 4 വഴിക്ക് ഓടിപ്പോയി. അത് കഴിഞ്ഞ് അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ആന എൻ്റെ പുറകെ. ഞാൻ ആ സ്റ്റേജിൻ്റെ അവിടേക്ക് ഓടി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു തെങ്ങുംപറമ്പുണ്ട്, അവിടേക്ക് ചാടി. അപ്പോൾ ആന അങ്ങോട്ട് ആദ്യം കയറാനുള്ള ഒരു മൂടായിരുന്നു എനിക്ക്. ആ തെങ്ങുംപറമ്പിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാർ ഒഴിവായില്ല, പിന്നെ എന്തിനു ചെയ്യും. ആന എൻ്റെ പുറകെ ഉണ്ട്. ഞാൻ ആ തെങ്ങുംപറമ്പിലേക്ക് ചാടി, ആന അതിൻ്റെ കൂടെ ചാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ തെങ്ങുംപറമ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് അവിടെ കൊല്ലത്ത് കുറേ അവിടുത്തെ ആനക്കാരുണ്ടല്ലോ, അതിലൊരു ചെറുക്കാർ കല്ലെടുത്തിട്ട് ഒരു ഏറ് കൊടുത്തപ്പോൾ അവൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി ആന. അവൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ അങ്ങോട്ട് ആന പൊക്കത്തേക്ക് കയറി അമ്പലത്തിൻ്റെ അവിടെ കയറി. അപ്പം ഞാൻ ഓടി ചെന്നിട്ട് അവിടെ കരിമ്പും പിന്നെ ശർക്കരയും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് കൊടുത്തു. അതൊന്നും വേണ്ട ആനയ്ക്ക് എന്നെ വേണ്ടു, എന്നെ കിട്ടണം എനിക്ക്. അപ്പോഴത്തേക്ക് എൻ്റെ തോർത്ത് കയ്യിൽ കിട്ടി. തോർത്തുണ്ടായിരുന്നു ആനയുടെ കയ്യിൽ. അടിച്ച് കളഞ്ഞപ്പോൾ അതിൽ കിട്ടിയതാന്ന് തോന്നുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ കൊമ്പത്തിരിക്കുന്നുണ്ട്. അങ്ങനെ നിന്ന് കറങ്ങുക. അപ്പോഴത്തേക്കും ഞാൻ ഓടി ഇങ്ങനെ കയറ്റത്തേക്ക് കയറി. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആന ഇങ്ങനെ വാലും മടക്കി പിടിച്ചിട്ട് ആ മെയിൻ റോട്ടിക്കട ആ ജനങ്ങളുടെ ഇടക്കട നേരെ ഓട്ടുക. ഇതെന്തപ്പോൾ ഇത് ഇങ്ങനെ ഓടലില്ലല്ലോ, നമ്മളെ ഓടിക്കലുള്ള പതിവ്. നമ്മളാണെങ്കിൽ PT ഉഷ ഒക്കെ ആ സമയത്ത് എനിക്കൊക്കെ സ്വർണ്ണ മെഡൽ എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി. അമ്മാതിരി ജീവനും കൈ പിടിച്ചുള്ള ഓട്ടല്ലേ. ആന ഓടിച്ച് പിന്നാലെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഉമ്മക്കാനല്ല കൊല്ലാല വരണതേ. ജീവൻ പേടിച്ചുള്ള ഓട്ടല്ലേ. ആന തിരിഞ്ഞു ഓടി പോവുക. ഇതെന്തപ്പോൾ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനും പുറകെ വെച്ച് ഓടിച്ചില്ല. ഞാൻ ഓട്ടി പോകുമ്പോൾ ബാക്കിൽ ഞാൻ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരു ചോപ്പ സാധനം കാണുന്നു. നോക്കി കഴിയുമ്പോൾ വെടി വെച്ചേക്കണു. അവിടെ ആന അനങ്ങി അപ്പം തന്നെ അവിടെ വെടിവെക്കൽ കഴിഞ്ഞു.
നമ്മളപ്പോൾ അവിടെ ചോദ്യം പറച്ചിലൊന്നും ഇല്ല. അല്ലെങ്കിൽ ആനാടാ നിന്റെ അനിയല്ലേ, നമ്മളോട് ചോദിച്ചു നിനക്ക് പറ്റുമോ, കെട്ടാൻ പറ്റുമോ, നിന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു വെടി ഒഴിവാക്കാം, നിന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ചോദ്യം പറിച്ചിട്ട്. പിന്നെ അന്നത്തെ അവിടുത്തെ ആ ഒരു സാഹചര്യത്തിലും അത്ര ജനങ്ങളുടെ ക്രൗഡിന്റെ ഇടയിലും ഇപ്പൊ അദ്ദേഹം വെടിവെച്ചാൽ ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ആ ഡോക്ടർ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ആളുടെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. ആന ഊട്ടാണ് റോട്ടിൽ കൂടെ, മെയിൻ റോട്ടിൽ കൂടെ കയറിയിട്ട് ആന വെച്ചടിച്ച് പോവുക. കാരണം അങ്ങനെ വെടി കിട്ടി അങ്ങനെ വലിയ പുള്ളിക്ക് ശീലമില്ല. വല്ലപ്പോഴെങ്ങാനും കൊല്ലത്തിലൊക്കെ ഒരെണ്ണമൊക്കെ മേടിക്കലുള്ളൂ. ഇത് വരാക്കരയൊന്നും മേടിച്ചു, പിന്നെ രണ്ടാമതും മേടിക്കുകയല്ലേ. അതും കിട്ടി. അവിടെ നിന്ന് പോയി ഒരു 1.5 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും ആള് കതച്ചു തുടങ്ങി. ആൾക്ക് ആ മയക്കത്തിലേക്കുള്ള സാധനം വന്നു. അപ്പോഴത്തേക്കും ഞാൻ ചങ്ങല തട്ടിയിട്ടു. അപ്പോഴത്തേക്കും ആ പിള്ളേര് 2-3 പിള്ളേര്, കൊല്ലത്തെ കുറച്ച് പിള്ളേര് സെറ്റുകൾ ഉണ്ടായിരുന്നു. എനിക്ക് അവരാരാന്ന് പോലും ഓർമ്മയില്ല. അവരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ. ആ പിള്ളേര് കുറേ സഹായിച്ചിട്ടോ നമ്മളെ. അവന്മാരെല്ലാവരും കൂടിയിട്ട് പിടിച്ച്, ഞാൻ അപ്പോഴത്തേക്ക് ഒരു കയറ് ചങ്ങല തട്ടിയിട്ടപ്പോൾ ഒരു ചക്കൻ ആ ചങ്ങലയുടെ വട്ടക്കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറെടുത്ത് കൊടുത്തു. ഒരു പോണ വഴിക്ക് റോഡ് സൈഡ് മെയിൻ റോഡിൽ തന്നെ ഒരു തേക്കുമ്പോൾ പിടിച്ച് ചുറ്റി കെട്ടി ആന നിന്നു. ഞാൻ ഓടിച്ചെന്ന് ഇട കൂട്ടിയിട്ട് ഇങ്ങനെ, അപ്പോഴത്തേക്ക് ആന മയങ്ങി ഏകദേശം. ഇട കൂട്ടി ഇങ്ങനെ ചേറുകണ്ണി ഇട്ടിട്ട് ഇങ്ങനെ മേണീറ്റ് നിൽക്കുമ്പോഴത്തേക്കും ഒരു സാധനം മറ്റേ കാച്ചർ വെൽറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പട്ടത്താനം കുട്ടൻചേട്ടനാണല്ലോ അവിടുത്തെ സ്കോഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഓടി വന്ന് ക്യാച്ചർ ബെൽറ്റ് അടിച്ചു. ആന ഫുള്ള് ലോക്ക്. അങ്ങനെ ആനനെ തട്ടി ആ പറമ്പിലേക്ക് കയറ്റി നിർത്തി, ചങ്ങലയൊക്കെ തട്ടി വാറാക്കി എല്ലാം ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്ത് ആന ഇങ്ങനെ മയങ്ങി നിൽക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ ഡോക്ടർമാർ അവർ വന്നു. ആ വെടി വെച്ച സൂചിയൊക്കെ ഊരിയെടുത്തു. തേങ്ങയ്ക്ക് ഇടിച്ചിട്ട് ആ മുഴ വരാതിരിക്കാൻ അവിടെയൊക്കെ പഴുപ്പിച്ചു. അത് കഴിഞ്ഞ് ഇടിച്ച് ഇങ്ങനെ തട്ടി ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ച് കളയണം വെടി കിട്ടിയ പാട്. അവിടെ വെടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അല്ലെങ്കിൽ മുഴച്ചു വരും. ചില ആനകൾ കണ്ടിട്ടില്ലേ ഒരു മുഴ വന്ന് നിൽക്കുന്നത്, അത് ഇടിച്ചുടയ്ക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവിടെ നിന്ന് അങ്ങനെ ഇതാക്കി. അപ്പോഴത്തേക്കും കുട്ടൻചേട്ടൻ വന്നു. പിന്നെ നമ്മുടെ തൃക്കടവൂർ ശിവരാജ ആനയുടെ മാമൻ ചേട്ടൻ, നമ്മുടെ മനോജേട്ടൻ്റെ അച്ഛൻ, അദ്ദേഹം വന്നു. പിന്നെ അവിടുത്തെ എല്ലാ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിച്ചു. അപ്പം മനോജേട്ടൻ്റെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചാൽ ആദ്യം എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഷർട്ട് ഊരി, എന്നിട്ട് പുള്ളി എന്നെ മേലൊക്കെ തോള് നോക്കി അവിടെ ഇവിടെയൊക്കെ ഇതാക്കി. കുഴപ്പമൊന്നുമില്ല, കുറച്ച് പോറലുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പുള്ളി പറഞ്ഞു ഇതൊന്നൊക്കെ സ്വാഭാവികമല്ലേ, ഒരു ആന ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന വിഷയമുള്ള കേസൊന്നുമല്ലേ, വിഷമിക്കൊന്നും വേണ്ട അതിന് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മളെ അങ്ങനെ ആശ്വസിപ്പിച്ചു. അതൊക്കെ ഞാൻ അതാണ് പറയണത്, നല്ല അവരൊക്കെ നല്ല തൊഴിലുകാരാണ്. നമ്മ ആ ചേട്ടൻ മാമൻ അദ്ദേഹം നമ്മളെ ആശ്വസിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ പണിയിൽ കാരണം എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആനയ്ക്ക് വെടിയിട്ട്, ആകെ ഒരാനയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. ഇന്ന് വരെ കേട്ടോ. നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആനപ്പണി തന്നെ എടുക്കണം. നാളെ എന്ത് സംഭവിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ആകെ വെടി പേടിച്ചേക്കണ ഒരേ ഒരു ആനയുള്ളൂ, അതാണ് ഈ അനന്തനാന മാത്രമാണ്. എൻ്റെ ഇത്രയും വർഷത്തെ പണിയിൽ പൂരപ്പറമ്പിൽ വന്നിട്ട് ഒരു ആന മാത്രമാണ് എൻ്റെ അടുത്ത് നിന്ന് ഇടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഈ അനന്തനാനയാണ്. അവിടെ നിന്ന് അപ്പോഴത്തേക്കും കുട്ടച്ചേട്ടൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു. നമ്മൾക്ക് നല്ല വിശപ്പാ ചേട്ടൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആന അവിടെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഇനി ആരും ആന എടുത്തിട്ട് പോകില്ല. ആൾക്കാർ പോലീസുകാർ വന്ന് എല്ലാവരും മാറ്റി. ഞങ്ങൾ കയറുന്നു പറഞ്ഞ് പുള്ളിയെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി അവിടെ ഒരു കടയിൽ കൊണ്ടുപോയി പൊറോട്ടയും ബീഫ് കറി മേടിച്ചു തന്നു. ഞാൻ ഒരു 4 പൊറോട്ട കിലുക്കി, ഒരു ബീഫ് മേടിച്ചു, അതും കഴിച്ചു, സെറ്റായി. ആനയുടെ അടുത്ത് കൊണ്ടുപോയി എത്തി. ജോയിച്ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ജോയിച്ചേട്ടാ തന്നെ പറഞ്ഞു അല്ല കുഴപ്പമില്ല ബിനു, അത് കുഴപ്പമില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, പിന്നെ അന്ന് എന്ത് ചെയ്യണം, നമ്മൾ കയറ്റല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ കൈയോടാൻ ആന കയറ്റാന്ന് പറഞ്ഞു. വണ്ടി കയറ്റാം, നമ്മൾ നേരെ വീട്ടിലേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആന വണ്ടി കയറ്റി ഞങ്ങൾ ഏകദേശം ചങ്ങനാശ്ശേരി ആ ഭാഗമൊക്കെ എത്തിയെന്ന് തോന്നുന്നുണ്ട്. കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. കുറേ കൊണ്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങി മഴ ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ ആന വണ്ടിയിൽ നിന്നിട്ട് ആട്ടാണ്ട് തുടങ്ങി. ഇങ്ങനെ നിന്ന് ആട്ടി നോക്കുമ്പോൾ 2 കന്നം ഇങ്ങനെ ഒലിക്കുക എനിക്ക് ചോദിച്ചാട്ടാ. അപ്പം ഞാൻ ഈ ആട്ടം കൂടി വണ്ടി ഓടിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ചവിട്ടി ഒതുക്കാൻ പറഞ്ഞു. ഒതുക്കി ടോർച്ചുണ്ട്, നമ്മുടെ ടോർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കറണ്ടിൻ്റെ ടോർച്ചല്ലേ, അന്ന് ഈ എവരിഡിയുടെ മറ്റേ ബാറ്ററി ഇട്ടിട്ട് ടോർച്ചില്ലേ, അതിട്ടടിച്ച് ഈ കന്ന നോക്കിയപ്പോൾ ഈ കന്ന ഒലിച്ച് നിൽക്കുക. അപ്പം അപ്പുറ സൈഡിൽ പോയി പോയി നോക്കിയപ്പോൾ ആ കന്ന ഒലിച്ച് നിൽക്കുക. ദൈവമേ, ഇടി വെട്ടാൻ അവരെ പാമ്പ് അടിച്ചോ ആ ഒരവസ്ഥയിൽ കൊണ്ടിറക്കണ്ടേ സാധനത്തിനെ. അവിടെ ഡോക്ടറും ആൾക്കാരും ആനക്കാരും മറ്റുള്ള എല്ലാ കൂട്ടുകാരും ഉണ്ട്. ഒന്നും പേടിക്കണ്ട, ഇവിടെ ആരുമില്ല. അവിടെ ഇറക്കണ്ടേ, വണ്ടിയിൽ നിന്ന് ഇറക്കണ്ടേ. ചേട്ടനെ വിളിച്ചു.
അപ്പോൾ കണ്ട് 2 മണി സമയമായി. വിളിച്ച വഴി പുള്ളി ഫോൺ എടുത്തു. എന്താന്ന് ചോദിച്ചു. ചേട്ടാ ആന താട മുട്ട ഒലിച്ചിക്കുക, ഒലിച്ച വരണേ, ആനയ്ക്ക് ഒലിച്ചിട്ടാണ് ആന വന്നോണ്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പം ആള് എന്തായാലും പോന്നോ, കുഴപ്പമില്ല പോന്നോ. അപ്പം വണ്ടി മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഈ മൂവാറ്റുപുഴ കോട്ടയം റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി പോയിട്ട് ഒരു 1 കിലോമീറ്ററോളം ഉള്ളിൽ കയറി പോകണം. അപ്പം അതിൻ്റെ ഇടയിൽ സർവീസ് വരെയൊക്കെ ഉണ്ട്. അപ്പോൾ റോട്ടിൽ ആന ഇറക്കിയിട്ട് നടന്നു പോലെ പതിവ്. പക്ഷെ റോട്ടിൽ ഇറക്കാൻ പറ്റില്ലല്ലേ, ഈ സാഹചര്യത്തിലല്ലേ വരുന്നേ. അങ്ങനെ ജോയിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് KSFBയിൽ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സൈഡിലേക്കുള്ള ലൈൻ ഓഫാക്കിയതിന് ശേഷം ആനേനെ കൊണ്ടുവന്ന് അവിടെ ഇലക്ട്രിസിറ്റിയുടെ ആൾക്കാർ വന്ന് ഞങ്ങൾ 4-4:30 എത്തിയപ്പോൾ അപ്പോഴത്തേക്ക് അവരെ വിളിച്ചു വരുത്തി ഓഫാക്കി ആ ലൈൻ പൊക്കി ആനേനെ കടത്തി അവിടെ കൊണ്ടുവന്ന് തറി ബാക്കിട്ട് തറിയിൽ നിന്ന് ഇറക്കി. അവിടെ മണ്ണന്തറി ഉണ്ടായിരുന്നു, ആ തറിയിലേക്ക് ഇറക്കി കയറ്റി. ആന വണ്ടിയിൽ നിന്ന് ഇറക്കണതിന് മുമ്പ് തന്നെ ഞാൻ നടയമ വാറ് കൊളുത്തി, അതിനുമ്പോൾ തന്നെ റോപ്പ് കെട്ടി, പിന്നെ മറ്റേ ബന്ധോസൊക്കെ ചെയ്തു. ഇത് നടക്ക ഇട കൂട്ടി അമരത്തെ ഇടയാട്ടം വെച്ചാൽ ലോറിയിൽ കയറുകയും ചെയ്യും ഇറങ്ങുകയും ചെയ്യും. സ്റ്റെപ്പൊന്നും വേണ്ട, ആള് ചാടി കയറും ചാടി ഇറങ്ങും. അപ്പം തറിയിലേക്ക് ഇങ്ങനെ വെച്ച് ഈ ഒരു ലെവലിലേക്ക് നിർത്തി ബാക്ക് ഇട്ടു. അതിലേക്ക് ഇറക്കിയിട്ട് വണ്ടിയിലിരുന്ന് തന്നെ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് തറിയിലേക്ക് കയറ്റി കെട്ടി ഉറപ്പിച്ചു. ഇതെല്ലാം കഴിച്ചു കിടന്നു. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. ചെന്ന് നോക്കിയപ്പോൾ നല്ല ഒലുവാ. അങ്ങനെ അപ്പോൾ ജോയിച്ചേട്ടൻ രാവിലെ അപ്പോൾ കുറവലങ്ങാട് സെൻറ്ററിൽ പുള്ളിക്ക് ഒരു കടയുണ്ട്. എൻ്റെ ഫർണിച്ചറിൻ്റെ എന്തോ ഒരു ഷോപ്പാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അവിടെ ചെന്നു. എന്നിട്ട് ഇങ്ങനെ കണക്കുകൾ കൂട്ടി. അന്നത്തെ കാലത്ത് ചെലവാശ് ഒരു ഒഴിവ് ദിവസം 1000 രൂപ ഒഴിവ് ദിവസം ഉണ്ട് ആനയ്ക്കും ആനക്കാർക്കും കൂടിയിട്ട്. അന്നത്തെ കാലത്ത് ആ കാശ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു തുകയല്ല, മൊത്തം 1000 രൂപയാണ് ഒരു ദിവസം. അപ്പം ഞാൻ ഈ പരിപാടിയുടെ ബാറ്റ പൈസ കിട്ടണമെന്നൊക്കെ കൂടെ ഉള്ളവരുടെ പൈസയൊക്കെ കൊടുക്കും. ഈ പൈസയൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഏകദേശം 65,000 രൂപയോളം കണക്കാക്കിയിട്ട് അത് പുള്ളി റൗണ്ടാക്കിയിട്ട് അത് ഒരു തുകയാക്കി. പിന്നെ പുള്ളിയുടെ സന്തോഷത്തിന് കുറച്ച് പൈസ വേറെ ഇതെല്ലാം തന്നു. അത് കഴിഞ്ഞിട്ട് ബിനു വന്ന കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുക്കുക. ഹോസ്പിറ്റലിൽ പോകണം. അവിടേക്ക് വന്ന വഴി തന്നെ പുള്ളി ആദ്യം ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണോ. ആനെ കെട്ടി കഴിഞ്ഞ് തറിയുന്ന ഇറങ്ങിയ വഴി തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആ ചേട്ടൻ്റെ വൈഫ് പിന്നെ ഡോക്ടറാണ്, മറ്റേ ഈ മൃഗങ്ങളുടെ ഒക്കെ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പൈസയൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് ഒരു കുന്ന് കാശായിട്ടല്ലേ വരുന്നേ, തൃശ്ശൂർ വന്നു. പിന്നെ ഇങ്ങനെ ലൈഫായിട്ട് ഇങ്ങനെ നടക്കുക. ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-20 ദിവസം എനിക്ക് ഒലിച്ചോളൂ. ഒലിച്ചു കഴിഞ്ഞിട്ട് ഗണേശേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ബിനു പിന്നെ ഒന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇവിടേക്ക് ആനയുടെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ വരാമല്ലോ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ആന കച്ചവടമായിട്ടോ, അല്ലെങ്കിൽ ആന കൈമാറ്റം ചെയ്തു, അങ്ങനെ ഊട്ടുള്ളിലേക്കാണ് കൈമാറ്റം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഊട്ടുള്ളിൽ ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയമല്ലേ, ഇഷ്ടംപോലെ ആനകളുണ്ടല്ലോ. അതിനെന്താ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ആനയൊന്ന് വണ്ടി കയറ്റി അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറെ ഒരു അത്യാവശ്യമായിട്ട് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അവിടെ ചെക്കനോട് പറഞ്ഞു നീ ആനേനെ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് പോരെ, കഴുകി ആനയെ കയറ്റി പോരെ. അപ്പോൾ അവൻ ആന വഴിയുണ്ട് അത്യാവശ്യം. നീ പോരെ കുഴപ്പമൊന്നുമില്ല, ഒരു വഴി നിൽക്കുകയല്ലേ, നീ തറയിൽ ഇരുത്തിക്കോ, കഴുകിയിട്ട് അങ്ങനെ തന്നെ നേരെ ലോറിയിൽ കയറ്റിയിട്ട് പോരെ, ഞാൻ കാലടിയിൽ നിന്ന് കയറിക്കൊണ്ട് നമുക്ക് എന്നിട്ട് അവിടെ കൊണ്ട് കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ശരി ചേട്ടാ അന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ കയറി പോന്നു. അപ്പോൾ അവിടെ ഗണേശനോടും പറഞ്ഞു മുതലാളിയോടും പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ കാലടിയിൽ നിന്ന് കയറിക്കോളാം, എനിക്ക് ഇങ്ങനെ ഒരു കേസുണ്ട്, അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആന വണ്ടി കയറ്റി വന്ന് ഏകദേശം ഒരു 11 മണി സമയമൊക്കെ ആയപ്പോഴത്തേക്കും കാലടി എത്തി. കാലടിയിൽ നിന്ന് കുറച്ച് കയറി മറ്റൊരു സെൻറ്ററിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ മറ്റൊരു മറ്റേ ഗവൺമെൻറ് ആസ്പത്രിയുടെ അവിടെ പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ വണ്ടി ഒതുക്കി. അപ്പം ഞാനും എൻ്റെ കൂടെ വേറൊരു പയ്യനുണ്ടായിരുന്നു. വേറൊരു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്രേമിയാണ്. ആള് ഞാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ അവനെ വിളിച്ചു വേണം നീയും പാടാ ഇങ്ങനെ ആനയെ കൊണ്ട് കൊടുത്താൽ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ആനയെ കൊടുക്കാൻ നിൽക്കാനുള്ള മൂടില്ല, അവിടെ കൊണ്ട് കൊടുത്തിട്ട് പോരാന്നുള്ളൊരു പ്ലാനായിട്ടാണ് നിന്നത്. അപ്പം അന്ന് ഇവിടുന്ന് വന്നിട്ടുള്ള 2-3 ആൾക്കാർ വണ്ടിയിലുണ്ട്. ആരാന്ന് ഞാൻ പറയില്ല, ഇനി അത് പറയാൻ പാടില്ല, കാരണം അതൊക്കെ മോശമാണ്, പറയുന്നത് ശരിയല്ലല്ലോ.
അവിടെ നിന്ന് വണ്ടിയിൽ നിർത്തി. ഞാൻ ഇങ്ങനെ വണ്ടിയുടെ മുകളിലേക്ക് കയറാം. അപ്പം എൻ്റെ ഈ ചെക്കൻ വണ്ടിയുടെ മുകളിലായിരിക്കണം. ഞാൻ ഇങ്ങനെ വണ്ടിയുടെ മുകളിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരാൾ പറഞ്ഞു, ബിനു മാത്രം കയറിയാൽ മതിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ചെക്കൻ എൻ്റെ കൂടെ വന്നതാ. അല്ല, ബിനു മാത്രം കയറിയാൽ മതിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കയറണില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ പിടുത്താണ്ട് വിട്ടിട്ട് പറഞ്ഞു, ഇവിടെ മോനെ ആനെ അവിടെ കൊണ്ട് കെട്ടിക്കൊടുത്തരാ കേട്ടോ, അതിൽ ഇവിടെ മരുന്ന് നീ വന്നതല്ല, നീ അവിടെ കൊണ്ടുവന്ന് തറയിലേക്ക് കൊണ്ട് കെട്ടിക്കൊടുത്തരേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ ആ പയ്യനെ വിളിച്ച് വാടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ കുറച്ച് നേരം വണ്ടി ഇങ്ങനെ നിർത്തി 2-3 പ്രാവശ്യം ഹോൺ അടിച്ചു. ഞാൻ ഒന്നും എന്നെ നോക്കാനേ നിന്നില്ല, തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് നേരെ അവിടെ കൊണ്ടുവന്ന് ആനേനെ കെട്ടിക്കൊടുത്തു, പിള്ളേർ കൊണ്ട് കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 2-3-4 വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെ മനുസ്വാമിയോട് ആന കുറച്ച് ആനകളൊക്കെ കയറി ഒക്കെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ശിവനാനക്കുട്ടിക്ക് ഉണ്ടാകുന്നു കൂട്ടുള്ളിൽ. അതിന് ഏകദേശം 1 വർഷത്തോളം, ഒരു 8 മാസത്തോളം, 8-9 മാസം ശിവനാനക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ആനക്കുട്ടി ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ, ചെരിയണേക്ക് മുന്നേ തന്നെ ഞാൻ അനന്തനാനയ്ക്ക് മാറിയായിരുന്നു, അനന്തനാനയ്ക്ക് ആയിരുന്നു. ഞാൻ കൂട്ടുള്ളി കമ്പനിയിൽ തന്നെ ആക്കി ജോലിക്ക് പിന്നെ പോയത്. അന്ന് ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗതികേടായിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ പൂച്ചാക്കിൽ ഉള്ള ലാലപ്പൻ എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഗുജറാത്തിലാണ്, ജാംനഗറിലാണ്. അവനാണ് വിളിക്കണേ, ചേട്ടാ ഇവിടെ ഇങ്ങനെ ശിവനാനക്കുട്ടി അഴിക്കാൻ ആൾ വേണം, ചേട്ടന് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു, ആ കുഴപ്പമില്ല ചേച്ചി അഴിക്കാടാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു കൃഷ്ണൻകുട്ടി ചേട്ടനായിട്ട് സംസാരിച്ചു, പൈസ പറഞ്ഞു, ശമ്പളം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായതൊക്കെ അദ്ദേഹം ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും കൃഷ്ണൻകുട്ടി ചേട്ടൻ തന്നെ അറിയുന്നത് ഇന്നുണ്ടായത്. ഞാൻ അന്ന് വരാണ്ടിരുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശിവനാനക്കുട്ടിയിൽ നിന്നു. അതിന് നട 2 നീര്, ഭയങ്കര നീരും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ മാറി എല്ലാം ശരിയാക്കി നട ശരിയായി വന്നായിരുന്നു. അത് പിന്നെ മറ്റേ ചുവന്ന മണ്ണിൽ പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ നട മടക്കി നടന്നല്ലേ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അനന്തനാനയ്ക്കാണ്, ഞാൻ ശിവനാനക്കുട്ടിക്കല്ല. അപ്പം എൻ്റെ അടുത്ത് കർക്കിടക മാസമല്ലേ, അവിടെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഈ എനിക്ക് ചട്ടള്ള ആനയില്ലേ, ഒന്ന് പോകാമോ എന്ന് ചോദിച്ചു. എൻ്റെ കഷ്ടകാലത്തിനും ഗതികേടിനും ഞാൻ ശരി പോവാമെന്നും പറഞ്ഞു. അങ്ങനെ ആന അഴിച്ചു. അവിടെ ചെന്ന് കഴുകി അഴിച്ച് ആ സമ്പൂർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് എൻ്റെ കൂടെ, അവന് ഞാനും കൂടി പോയി അവിടെ ചെന്ന് പരിപാടിയൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ആ ആമ്പല്ലൂർ എത്തണൊക്കെ മുമ്പ് ആ ഓർമ്മിച്ചതിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ ആനയുടെ ഈ ജോയിൻറ്റിൻ്റെ കുഴയില്ലേ, ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഈ നടനെ തന്നെ ഇങ്ങനെ നടന്ന് അതിന് തേമാനം വന്ന് ആ ജോയിൻറ്റ് തെറ്റി. 13 വർഷത്തോളം അങ്ങനെ നടന്നല്ലേ ഈ നട വയ്യായിരുന്നു. അത് പഴയ ഈ ആനയെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതിന് നടക്കി ഇങ്ങനെ ഒരു മടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും അത് മാറിയതൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഇതായി. അങ്ങനെ അവിടെ വെച്ച് ആന സ്റ്റക്കായി. ആനയ്ക്ക് പിന്നെ നടക്കാൻ പറ്റില്ല, കാലെടുത്ത് നടക്കാൻ പറ്റില്ല. അപ്പം പറഞ്ഞു, ഇപ്പം ഞാൻ കൃഷ്ണൻ ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആന നടക്കാൻ പറ്റണില്ല. ഇതായി. എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജോയിൻറ്റ് തെറ്റിയുണ്ടെന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ലോറിയായിട്ട് വന്നു അവിടുത്തെ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ചേട്ടൻ മരണപ്പെട്ടു. ആ ചേട്ടൻ ലോറിയായിട്ട് വന്നു. എന്തോ ഭാഗ്യത്തിന് സ്റ്റെപ്പേക്കടെ ചാടി ആന ലോറി കയറി. ലോറിയിൽ കയറിയിട്ട് പിന്നെ ലോറി കൊണ്ടുപോയിട്ട് അവിടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ട് ഇറക്കിയിരുത്തിയ വാനത്തന്നെ തറിയിൽ നിന്ന് കൊണ്ട് ഇപ്പുറ സൈഡിലെ സിമെൻറ്റ് ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു മാവൊക്കെ ഉണ്ട്. ആ മാവിൻ്റെ അവിടെ കൊണ്ട് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറക്കി. വണ്ടിയിൽ നിന്ന് ഞാൻ പറഞ്ഞ ചേട്ടപ്പം ഇങ്ങനെ ജോയിൻറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്നാൽ പിന്നെ ഇടക്കഴയായിട്ട് നിർത്താം എന്നുള്ളത് പറയുമ്പോൾ പുള്ളി പറഞ്ഞ് വേണ്ട, ഇറക്കി നിർത്താതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയാലും കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല, കിടക്കുകയാണെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ തന്നെ കിടക്കണമെങ്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കണോട് കൂട്ടത്തിൽ ആന ആ വണ്ടിയുടെ അവിടെ നിന്ന് മുകളിൽ നിന്ന് തന്നെ അങ്ങോട്ട് തട്ടി അല്ല മറ്റേ ഇറങ്ങാൻ പറ്റിയില്ല എനിക്ക്. ആന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞ് വീഴുക ചെയ്തത്. അവിടെ കിടന്നു 13 ദിവസം കിടന്നു. വെള്ളം കൊടുത്തു, അതും കൊടുത്തു, ഇതും കൊടുത്തു, കുറേ വിഴിച്ചിൽ കാരണം ജോയിൻറ്റ് തെറ്റിപ്പോയി. പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ വേറെ യാതൊരു വകവിധ സാധ്യതയില്ല. പിന്നെ മരണമുള്ളൂ, വേറെ മാർഗമില്ല. പിന്നെ 13 ദിവസം കിടന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈഡൊക്കെ ആകെ എന്തെന്നാ പറയുക, പൊട്ടി പഴുത്ത് പുഴുത്ത് പുഴുവും വന്ന് അതിൻ്റെ മരണപ്രാളവും കാര്യങ്ങളൊക്കെ കിടന്ന് ഏറ്റവും കൂടുതൽ കണ്ട ഒരാളാണ് ഞാൻ. ഇതെല്ലാം അത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാൻ പോലും മാറാതെ അതിൻ്റെ അടുത്തിരുന്ന് ഞാൻ അതിന് ആവശ്യമുള്ള വെള്ളം അങ്ങനെ കൊടുത്ത്, മരണത്തിന് മുന്നും അത് ഒരു 4 ബക്കറ്റ് വെള്ളത്തോളം എൻ്റെ കയ്യിൽ നിന്ന് കുടിച്ചിട്ടാണ് അത് മരിക്കുന്നത്. വെള്ളം കൊടുത്തു എൻ്റെ മുമ്പിൽ കിടന്നിട്ടാണ് മരിക്കണത്. വിറച്ച് ആന വണ്ടിയിൽ ക്രെയിനിൽ ആനേനെ എടുത്ത് കഴയൊക്കെ കെട്ടി നിർത്തിയിട്ട് കഴയുടെ ഉള്ളിൽ നിർത്താൻ വേണ്ടിയിട്ട് ക്രെയിനിൽ ആനേനെ എടുത്തപ്പോൾ ആന
പെട്ടെന്ന് ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തു. കുറച്ച് നേരം ആന ഇങ്ങനെ കിടന്ന് ഇതാക്കി. അത് കഴിഞ്ഞ് കൈ ഇങ്ങനെ ഒറ്റ ഇടല്ല താഴത്തേക്ക്, അതിലിങ്ങനെ ആയി പോയി. ഞാൻ പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു. അപ്പം ചേട്ടൻ എന്താ, ചേട്ടൻ വെച്ചോ, ആന പോയി എന്ന് പറഞ്ഞു. ആളൊന്നും മിണ്ടിയില്ല. ആളങ്ങനെ അകത്തേക്ക് കയറി പോയി. അവിടെ പോയി ആ കസേരയിൽ പോയിട്ട് ആളങ്ങനെ ഇരുന്നു. പാവം. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആളത് അങ്ങനെ പോയ ഒരു ഇരിപ്പേ. ഒരു മുതൽ നമ്മുടെ ഈ കുറ്റം പറയണവരെ പോലെ അല്ലല്ലോ, അതിനത്ര നാൾ പരിപാലിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ നിന്ന ഒരാളുടെ ഒരു അവസ്ഥയെ അത് പോയി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കൊരു അങ്ങനെ കൊണ്ടുപോയി. അതിനെ കൊണ്ടുപോയി മറവ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നു. ഞാൻ കൃഷ്ണൻകുട്ടിച്ചാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടനറിയാലോ കാര്യങ്ങൾ. ആള് പറഞ്ഞു കുഴപ്പമില്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചല്ലേ, അത് കുറെ കാലമായില്ല അത് ആ ഒരു കൈമ നടക്കണം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതെന്തായാലും ഇപ്പം മുതൽ പോയില്ലേ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 1.5 മാസത്തോളം അവിടെ നിന്നു. അവിടെ നിന്നപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ലായ്മ. കാരണം ആന പെട്ടെന്ന് തന്നെ പോയില്ലേ. അപ്പം ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ആന പോണത്. കാര്യം നമ്മൾ ഒരു എന്താ പറയുക, അതൊരു ബുദ്ധിമുട്ടായി പോയി മനസ്സിന്. അങ്ങനെ അപ്പോഴാണ് എനിക്ക് കെയർന്ന് ഇങ്ങനെ രഞ്ജേട്ടൻ്റെ അവിടെ നിന്ന് ശിവപ്രസാദ് എനിക്ക് ഇങ്ങനെ രഞ്ജേട്ടൻ്റെ അടുത്ത്. അപ്പോൾ രഞ്ജേട്ടൻ എന്നെ എനിക്ക് അന്ന് ഈ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രഞ്ജേട്ടനായിട്ട് അന്ന് ഞാൻ പരിചയം ഉണ്ടായിരുന്നു. കെയറിൻ്റെ കുന്നംകുളത്ത് രഞ്ജേട്ടനായിട്ട് പരിചയം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രഞ്ജേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് 2 ട്രിപ്പായിട്ട് എനിക്ക് പൈസ തന്നു, കുറച്ച് പൈസ തന്നു. അത് തന്നിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ആനയ്ക്ക് പറ്റിയ ഒരാളെ കിട്ടാൻ്റെ, അങ്ങനെ നമ്മുടെ ആനയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒരാളെ കിട്ടാൻ്റെ എന്ന്. ഞാൻ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് സമയത്ത് നമ്മളെ സഹായിച്ച ഒരു മനുഷ്യനെ, ഒരാളെ, ചേട്ടാ ഞാൻ വന്നാൽ മതി എന്ന് ചോദിച്ചു. അതിനെന്താ ബിനു വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി, അവിടെ ചെന്നു. അവിടെ അപ്പം ഞാൻ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിൽക്കണില്ല. അപ്പം ആന നീരി കെട്ടി. അപ്പോഴത്തേക്ക് ആന നീരി കെട്ടി. അപ്പോഴത്തേക്ക് ആന അങ്ങനെ ശരീരമൊക്കെ കയറി ഇങ്ങനെ പർവ്വതം പോലെയായി. അന്നത്തെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ, ഞാൻ അത് എൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് പോരുന്ന സമയത്ത് ശരീരം കയറി നിൽക്കണത് അന്ന് ആ ശരീരം കയറിയത് പിന്നെ അത് അങ്ങനെ 3-4 മാസം തറിയിൽ തന്നെ നിർത്തി ഫുഡും കാര്യങ്ങളും അത് ഇതൊക്കെ തറിയിൽ തന്നെ കൊടുത്ത് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി നല്ല പരിപാലിച്ച കാരണം കൊണ്ട് ആന നല്ല ശരീരം കയറിയിട്ട് നിന്നിറങ്ങാൻ. ഞാൻ ആ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അന്നത്തെ എൻ്റെ കോലവും ലാസ്റ്റ് കൂട്ടുള്ളിലെ തറിയിൽ ആന ശരീരം കയറി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അശോകേട്ടനും പിന്നെ നമ്മുടെ അന്തികാട് രാഹുലും കൂടി കഴിക്കുന്നത്. അവിടുന്ന് തൊട്ടിട്ടാണ് ആന പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ വിളവുകളൊക്കെ മൊത്തം ഇങ്ങോട്ട് പുറത്തേക്ക് വരണത്. ആന ശരീരം നല്ല കയറിയില്ലേ. ആ ശരീരം ഇപ്പോഴും പൊട്ടിയിട്ടില്ല കേട്ടോ. ആ ശരീരത്തിൽ അത് ഇന്നിങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. അപ്പം ഇനി അനന്തൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഞാൻ നിന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം വീഡിയോ ബോറടിച്ച് നിങ്ങൾക്ക് എന്ന് ബോറടിച്ച് തുടങ്ങണം അന്ന് ഞാൻ നിർത്തിക്കൊള്ളാം. അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇങ്ങനെ നമ്മുടെ ആനകളുടെ ഓരോന്ന് പുറകെ ഇപ്പം കയറിയ ആനകൾ ഏതാ. അപ്പം ചില സമയത്ത് എനിക്കും കൺഫ്യൂഷനാണ്. ഞാൻ ഏതാ ആനയ്ക്ക് പോയിട്ടോ പിന്നെ ആ ആനയ്ക്ക് പോയി, ആ ആനയുമെന്ന് ഈ ആനയ്ക്ക് പോയി എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ട്. അപ്പം എന്തായാലും അതൊന്ന് ഇതാക്കുക. പിന്നെ എനിക്ക് ഭയങ്കര കഫക്കെട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആണ് ഇടയ്ക്ക് ചുമ കാര്യങ്ങൾ തന്നെ. കുറച്ച് ദിവസമായി 2-3 ദിവസമായിട്ട് ഈ മഴ അങ്ങനെ നിൽക്കണില്ല, എന്നും മഴ നനയുക. പിന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള പരിമിതികളുണ്ട്. എനിക്ക് സമയങ്ങൾ ഒരു കുറവുണ്ട്. എന്നാലും ഞാൻ പിന്നെ വേറെ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുകൾ ഞാൻ വഴികടെയൊക്കെ പോകുമ്പോൾ അതിൽ ആൾക്കാരെയൊക്കെ കാണുമ്പോഴൊക്കെ ചേട്ടാ ചാനൽ വീഡിയോ നന്നാവുന്നുണ്ട് കേട്ടാ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു പിന്നെ എല്ലാ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരുകൾ ആ ചേട്ടൻ അങ്ങനത്തെ ഒരു ഇതിൽ തിരിച്ചറിഞ്ഞു തുടങ്ങി. മറ്റേത് ഇങ്ങനെ ആനപ്രേമികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മളെയൊക്കെ അറിയുള്ളൂ. പക്ഷെ ഇപ്പം എല്ലാ ആൾക്കാരുകളൊക്കെ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറകെ എനിക്ക് ഈ ആനകൾ അതായത് ഓരോ വ്യത്യസ്ത സ്വഭാവമായിട്ടുള്ള ആനകളുടെ ഓരോ എനിക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ ഈ ആനകളൊക്കെ അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കുന്ന കാര്യങ്ങൾ, അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പരിപാലിക്കണം, അല്ലെങ്കിൽ പിന്നെ പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ, അതുമാതിരി തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ഫുള്ള് പരിപാടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് തൊട്ടിട്ട് തിരിച്ച് പണി കഴിച്ച് ആനയെ കെട്ടണത് വരെയുള്ള ഒരു വീഡിയോ
അങ്ങനെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ആരും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ തമാശകളും നമ്മുടെ എല്ലാം തീറ്റവെട്ടും ആനകൾക്കും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തുള്ള നമ്മുടെ പരിപാടികളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.